നമസ്തേ. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം കൊച്ചിയിൽ നടന്നു. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ താമസിക്കുന്ന രാമചന്ദ്രൻ ചേട്ടന്റെ വീടിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ VHP സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ, VHP പ്രചാർ പ്രസാർ പ്രമുഖ് P നന്ദകുമാർ, PV അധികായൻ, ജലജ ആചാര്യ, കാബ ബിജു, PK ജയേഷ് തുടങ്ങി വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീരുക്കളായ ഭീകരവാദികൾ അവിടെ വിനോദയാത്രയ്ക്ക് പോയിരുന്ന 27 പേരെ വധിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഭീകരവാദത്തിന്റെ അടിവേറിറക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ന് ഭീകരവാദത്തിനെ പൂർണ്ണമായും നശിപ്പിക്കുവാനുള്ള ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ അതിനെതിരായി കാശ്മീരിൽ അവരുടെ അവസാനത്തെ ഏടുകളിലേക്ക് പോകുകയാണ് പാകിസ്ഥാനി ഭീകരന്മാർ. അവിടെ നടന്ന ആക്രമണം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കൃത്യമായും പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ട്രെയിനിങ്ങിനെ കൊണ്ട് മാത്രമാണ് ഇത്രയും കൃത്യമായ ഒരു ഭീകരാക്രമണം അവിടെ നടത്താൻ സാധിച്ചത്. പക്ഷെ ഭാരതം ഇതിന് തിരിച്ചടിക്കുമെന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയും കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് കാശ്മീരിൽ നടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2019 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ കാശ്മീരിൽ രക്തപ്പുഴ ഒഴുകും എന്ന് പ്രവചിച്ച ഒരു മഹാനായ മുഖ്യമന്ത്രി, ഒരു പാർലമെന്റ് അംഗം ഫാറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കഴിഞ്ഞ 6 വർഷത്തെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളുടെ ഒരു സംഘടന, ഹഫീസ് സയ്യിദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന കാശ്മീരിൽ ഇനിയും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ ടെററിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് കാശ്മീരിൽ ഒരു മതപണ്ഡിതന്മാരുടെ യോഗത്തിൽ അടുത്ത 4 ദിവസത്തിനുള്ളിൽ കാശ്മീരിലെ ജനതയെ കരയിപ്പിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ പറഞ്ഞതുപോലെ തന്നെ 4ാമത്തെ ദിവസം കാശ്മീരിലെ 27-28 ആൾക്കാരെ ജാതിയുടെ പേരിൽ ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ ഉടുവസ്ത്രം വരെ അഴിഞ്ഞ് പരിശോധിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു കാഴ്ച നമ്മളിന്ന് കണ്ടു. ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഓരോ ദേശസ്നേഹിയുടെയും ഉത്തരവാദിത്വമാണ്. വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അതേപോലെ രാജ്യത്തുള്ള എമ്പാടുമുള്ള എല്ലാ ഹിന്ദു സംഘടനകളും ഇന്ന് രാജ്യമൊട്ടാകെ പ്രതിഷേധത്തിൻ്റെ പാതയിലാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ സംഭവങ്ങൾക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ അതിൻ്റെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നതിനുള്ള ഒരു വേദി ആയിട്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ നമുക്ക് കാണണം. ഇനിയും നമ്മൾ ഇത്രയും നാൾ നമ്മൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ കേരളം അതിനകത്തുനിന്ന് ഏതാണ്ട് മാറി നിൽക്കുകയായിരുന്നു. കേരളത്തിലുള്ളവർ ഈ ടെററിസത്തിൻ്റെ ഒരു ദുഃഖം അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു സ്വയംസേവകൻ അതിൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ദുഃഖം കൂടുതൽ ഫീൽ ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾക്കറിയാം, ഉത്തർപ്രദേശ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും പാർട്ടീഷൻ്റെ പേരിലാണെങ്കിലും ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പേരിലാണെങ്കിലും ധാരാളം കഷ്ടതകൾ അനുഭവിച്ച ഒരു ജനതയാണ്. പക്ഷേ കേരളം, സൗത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ വക യാതൊരു കാര്യങ്ങളുമൊന്നും അറിയാതെ ഒരു സുഖജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഈ ടെററിസത്തിൻ്റെ അലയൊടി നമ്മളും ഇന്ന് ഫേസ് ചെയ്യേണ്ടി വരും. ഇന്നലെ കാശ്മീരിൽ സംഭവിച്ചത്, അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചത് നാളെ കേരളത്തിൽ സംഭവിക്കും.
കേരളത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇന്ന് ഹിന്ദു ഏതാണ്ട് മൈനോറിറ്റി ആയി 2011 സെൻസസ് പ്രകാരം ഏതാണ്ട് 53% ഹിന്ദു ജനസംഖ്യ. 10 കൊല്ലം കഴിഞ്ഞ് 2021 സെൻസസ് നടന്നില്ല. ഇപ്പോൾ ഒരു സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ മിക്കവാറും കേരളത്തിൽ ഹിന്ദുക്കൾ ഒരു മൈനോറിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഹിന്ദുക്കൾ മൈനോറിറ്റി ആയാൽ ആ സ്ഥലത്തെ മതസൗഹാർദ്ദം അവസാനിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാശ്മീരിൽ സംഭവിച്ചത് നാളെ കേരളത്തിലും ഇന്ന് കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ എല്ലാവരെയും ജനങ്ങളെയും ജാഗരൂകരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. കാശ്മീരിലെ വിനോദസഞ്ചാര മേഖല താറുമാറാക്കണം, അവിടെ അശാന്തി പടർത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളിൽ എല്ലാവർക്കും നേരെയും ആക്രമണം ഉണ്ടായില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവിടെ നടന്നത് വന്ന വിനോദസഞ്ചാരികളുടെ മതം തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളായ ആളുകളെ, നിരായുധരായിട്ടുള്ള ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല ചെയ്യുകയാണ് ഉണ്ടായത്. അവരുടെ ജാതി ചോദിച്ചില്ല, അവരുടെ രാഷ്ട്രീയം ചോദിച്ചില്ല, അവിടെ ചോദിച്ചത് അവരുടെ മതത്തെയാണ്. അവിടെ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികൾ അവർ കൊല്ലപ്പെടാനുള്ള കാരണം അവർ ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുവായി ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഭാരതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇത്തരം ഭീകര രാജ്യങ്ങൾ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട്, ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അവിടെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ അവിടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഏതൊരു ഭാരത പൗരന്റെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടവർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ അവരെ ജാതിയും രാഷ്ട്രീയവും മതവും നോക്കി പ്രതികരിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ രാഷ്ട്രത്തിനു നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ശക്തമായി ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം, പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിലെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഇടപ്പള്ളിയിൽ തന്നെ നമ്മുടെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവുമായി വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൊല ചെയ്യപ്പെട്ട എല്ലാവരും തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ സ്ത്രീകളായിട്ടുള്ള ആളുകളെ, ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെ അവരെ കൊല്ലാതെ അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം ആളുകളെ അവരുടെ പേര് ചോദിച്ച് മതം തിരിച്ചറിഞ്ഞ് അവരെ ഈ കൊച്ചുകുട്ടികളുടെയും ഭാര്യയുടെയും മക്കളുടെയും പെങ്ങളുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് അരുങ്കൊല ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ യാതൊരു നിലപാടും നോക്കാതെ, രാഷ്ട്രീയമോ മതമോ നോക്കാതെ മുഴുവൻ ജനതയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മരിച്ച ആളുകൾക്ക് അവർക്ക് നൽകാനുള്ള ആദരാഞ്ജലി എന്ന് പറയുന്നത് ഇത്തരം ഹീനകൃത്യം ചെയ്യുന്ന ഭീകരവാദികളെ, മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന ഇത്തരം ആളുകളെ, അത്തരം തീവ്രവാദികളെ കൊന്നൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഇവർക്ക് നൽകാനുള്ള ആദരാഞ്ജലി. ഒരു സംശയവും വേണ്ട. അതിന് കരുത്തുറ്റ, അതിന് ചങ്കുറപ്പുള്ള ഒരു നേതൃത്വമാണ് ഭാരതം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം നമുക്കതിൽ വിശ്വസിക്കാം. അതുകൊണ്ട് ആ ഭാരത ഭരണകൂടത്തിന്, ആ ചങ്കുറപ്പ് കാണിക്കുന്ന ഭരണകൂടത്തിന് കൈക്കരുത്ത് പകരാൻ
നമുക്ക് ഓരോരുത്തർക്കും മുന്നിട്ടിറങ്ങാം. കശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ ചേട്ടന് അനുശോചനം അർപ്പിച്ചാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചാണ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയതെന്നും ശക്തമായ തിരിച്ചടി നൽകണമെന്നും നേതാക്കൾ പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു. അവരുടെ മൃതശരീരത്തിന് മുന്നിലിരിക്കുന്ന അവരുടെ സഹധർമ്മിണികൾ അവരോട് കേണപേക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെ കൂടി വെടിവെക്കൂ, കൊല്ലൂ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് മോദിയോട് പോയി പറയാനാണ്. മോദിയോട് പറയുന്നും വേണ്ട, മോദിക്കറിയാം. മോദി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഉല്ലസിക്കാൻ വേണ്ടി പോകുന്നതല്ല. നാളെ പാകിസ്ഥാനിൽ കയറി ഒരു അടിയടി നടത്തുമ്പോൾ ഒരൊറ്റ ആൾക്ക് പോലും, ഒരൊറ്റ രാഷ്ട്രത്തിന് പോലും എതിരു പറയാൻ കഴിയില്ല എന്നുറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഴുവൻ രാഷ്ട്രങ്ങളിലും സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ച് അവരുടെ കൺമുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അതൊന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെയും CPIM-ന്റെയും എമ്പുരാൻ സിനിമ പിടിച്ചതിന്റെയും ഒക്കെ പുറകിലുള്ളവരെ ഒക്കെ നമുക്കറിയാം. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? വല്ല മുസ്ലിമും വല്ലതും ചെയ്തു പോയെന്ന് വിചാരിച്ച് എല്ലാ മുസ്ലിങ്ങളെയും ഭീകരന്മാരാക്കി തീവ്രവാദികളാക്കി മാറ്റാമോ എന്നാണ് അവരുടെ ചോദ്യം. ഞങ്ങൾ പറയും, അങ്ങനെ ചോദിക്കുന്ന നിങ്ങളാണ് ഈ ഭീകരവാദികൾക്ക് വേണ്ട മുഴുവനൊത്താശയും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള മുസ്ലിം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല? കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെങ്കിലും എമ്പുരാൻ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന, നിങ്ങളുടെ തോളത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ പറഞ്ഞു മനസ്സിലാക്കി ഈ ഭീകരരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൂടെ? ആക്ഷേപിക്കരുത്, മൃതശരീരത്തിൽ കയറി നിന്ന് ആക്ഷേപിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് നിങ്ങൾ തുടിപൊക്കി നോക്കിയെങ്കിൽ നാളെ ഞങ്ങളും തുടിപൊക്കി നോക്കുന്നതിന് വേണ്ടി ഇതാ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും താണുമറക്കുമ്പോൾ അവരെ ചുട്ട് കരിച്ചിടാൻ, അവരെ ചുട്ട് കരിച്ചിടാൻ.